ഹലോ സുഹൃത്തുക്കളെ, അപ്പോൾ ജിമെയിൽ ആൻഡ്രോയിഡിലെ ജിമെയിൽ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് പറയാൻ പോണത്. ഓക്കെ, ഇതിൻ്റെ മുന്നേ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു, മൊബൈൽ എങ്ങനെ ഫോർമാറ്റ് ചെയ്തിട്ട് എങ്ങനെ നോർമൽ ലെവലിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത്. ആ ഫോർമാറ്റ് കഴിഞ്ഞ് നോർമൽ ലെവലിലേക്ക് വന്നതിൻ്റെ ശേഷം പിന്നെ അതിൽ പുതിയ ജിമെയിൽ ഉണ്ടാക്കുന്ന കാര്യമാണ് ഇപ്പോൾ നമ്മൾ പറയുന്നത്. അല്ലെങ്കിൽ ഒരു പുതിയ മൊബൈൽ കിട്ടിയാൽ എങ്ങനെ ജിമെയിൽ ഉണ്ടാക്കാം എന്നുള്ള കാര്യമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഓക്കെ, ആദ്യം പ്ലേ സ്റ്റോറിൽ പോവുക, വൈഫൈ എന്തെങ്കിലും വൈഫൈ ആദ്യം കണക്ട് ചെയ്യുക. ഓക്കെ, അല്ലെങ്കിൽ സിം ഇട്ടിട്ട് നെറ്റ് ഓക്കെ ആക്കുക. എന്നിട്ട് വൈഫൈ കണക്ട് ചെയ്തിട്ട് നെറ്റുള്ളവർക്ക് നെറ്റ് ഉപയോഗിക്കുക, അല്ലാത്തവർക്ക് വൈഫൈ ഉപയോഗിക്കാം. പ്ലേ സ്റ്റോറിൽ കയറുക. പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് ക്രിയേറ്റ് അക്കൗണ്ട്, സാധാരണ ഇമെയിലുള്ളവർക്ക് ഇമെയിൽ അടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ പുതിയ ജിമെയിൽ ഉണ്ടാക്കാനാണ്. ഓക്കെ, അവിടെ 3 ഓപ്ഷൻ പറയുന്നുണ്ട്. അതിൽ നമുക്ക് പേഴ്സണൽ യൂസ് എന്നുള്ളതാണ്. അപ്പോൾ പേഴ്സണൽ യൂസ് എന്നുള്ള അടിക്കുക. അവിടെ നമ്മൾ പേരടിച്ചു കൊടുക്കുക. സെക്കൻഡ് നെയിം അടിക്കുക. പ്ലേ സ്റ്റോർ അപ്ഡേഷൻ വന്ന് സെക്കൻഡ് നെയിം അടിച്ചു കൊടുക്കുക. ഇനി ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കണമെന്ന് നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ കൊടുക്കാൻ ശ്രമിക്കുക. മെയിലാണോ ഫീമെയിലാണോ. അതിനുശേഷം അവർ ഓപ്ഷൻ തന്നിട്ടുണ്ടാകും ജിമെയിലിൻ്റെ. അത് പറ്റില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പുതിയതായിട്ട് നമ്മൾ ലെവലുണ്ടാക്കാം. അതിന് നമ്മൾ പേരടിച്ചു കൊടുക്കുക, ജിമെയിൽ നമ്മളതായിട്ട് അടിച്ചു കൊടുക്കുക. അപ്പോൾ അവിടെ ഓൾറെഡി ഉണ്ടോ അല്ലേ എന്നുള്ളത് അവിടെ റെഡ് മാർക്കിൽ വരും. അപ്പോൾ നമ്മൾ ഓരോന്ന് അക്ഷരങ്ങൾ മാറ്റി നോക്കുക. അതല്ലെങ്കിൽ ഓൾറെഡി അവർക്ക് പെട്ടെന്ന് ക്ലിയർ ആകണതിൻ്റെ മേലെ 2 ഓപ്ഷൻ തന്നിട്ടുണ്ട്. അത് കാണിച്ച് നമുക്ക് സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്യേണ്ടാത്തവർക്കാണ് ഇങ്ങനെയുള്ള ഓപ്ഷൻ പറയുന്നത്. ആണോ, ഇതൊക്കെ ഓരോരുത്തർക്ക് ജിമെയിൽ ഉള്ളതാണ്. അപ്പോൾ ഒരാളുള്ളത് നമുക്ക് ഉണ്ടാക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് റെഡിൽ അലർട്ട് കാണിക്കുന്നത്. ഇതൊക്കെ ഇതിൽ ജിമെയിൽ ഉള്ളതാണ്. ഞാൻ നമ്പറൊന്ന് വേറെ മാറ്റി അടിച്ച് നോക്കട്ടെ. അത് ഓക്കെ ആയിട്ടുണ്ട്. ഇനി അതിൽ പാസ്വേഡ് കൊടുക്കുക. ഓക്കെ, പാസ്വേഡ് കൊടുക്കുക. ഫോൺ നമ്പർ, നോട്ടിഫിക്കേഷൻ വരുന്ന ഫോൺ നമ്പർ വേണമെങ്കിൽ കൊടുക്കാം. പക്ഷെ നല്ലതാണ്, കൊടുക്കണം നല്ലതാണ്. പിന്നെ എന്തെങ്കിലും കാരണത്തിന് നമ്മൾ ജിമെയിൽ ബ്ലോക്ക് ആയിട്ടുണ്ടെങ്കിൽ OTPയും കാര്യങ്ങളൊക്കെ വരലേ നമ്മൾ ഈ നമ്പറിലേക്കായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്പർ കൊടുക്കുക. അഗ്രിമെൻറ്റ് സൈൻ ചെയ്യുക, അഗ്രി കൊടുക്കുക. ആക്സെപ്റ്റ് ചെയ്യാം, ആക്സെപ്റ്റ്. ഇപ്പോൾ നമ്മൾ പ്ലേ സ്റ്റോർ ഓപ്പണായി. നമ്മളെ അടുത്തുള്ള എല്ലാത്തിലും ജിമെയിൽ ആയിട്ടുണ്ട്. ഇപ്പോൾ
ഇനിയിപ്പോൾ നമുക്ക് വാട്സപ്പോ കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സിമ്പിളാണ്, ഡൗൺലോഡ് ചെയ്യാം. ഉണ്ടെങ്കിൽ ജിമെയിൽ ഉണ്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്യൽ നടക്കുള്ളൂ, അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ ജിമെയിൽ ഉണ്ടാക്കാൻ പണി. ഓക്കെ, വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. ഷെയറിനേക്കാളും കൂടുതൽ നിങ്ങൾ നമ്മളെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, വാട്സപ്പ് ഡൗൺലോഡായി. വാട്സപ്പ് ക്രിയേറ്റ് ചെയ്യേണ്ടവർക്ക് അങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. ഇനി പിന്നെ ജിമെയിലും ഗൂഗിളൊക്കെ യൂട്യൂബൊക്കെ വർക്ക് ചെയ്ത് കാണിച്ചു തരാം. നമ്മൾ ജിമെയിൽ കാണണമെന്നുണ്ടെങ്കിൽ അവിടെ അടിച്ചു നോക്കിയാൽ മതി, അപ്പോൾ കാണും. ഓക്കെ, പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് മേലെ ഒരു അക്ഷരം കാണിക്കും. അക്ഷരത്തിൻ്റെ മുകളിൽ അടിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മളെ ജിമെയിൽ എന്താണെന്നുള്ളത് കാണിക്കും. പക്ഷേ പാസ്വേഡ് നമ്മൾ ഒരിക്കലും മറക്കരുത്. ഇനി ജിമെയിൽ അതും ഓക്കെ ആയി. അല്ല, ഗൂഗിള് ജിമെയിൽ ഗോയിറ്റ് അടിക്കുക. ഓക്കെ, ഇപ്പോൾ ജിമെയിൽ ക്ലിയറായി. ഇനി യൂട്യൂബ് റീട്രൈ. ഇതിങ്ങനെ വരുന്നില്ല. യൂട്യൂബിൻ്റെ ശ്രദ്ധിച്ചോളൂ, ഇതിങ്ങനെ വരുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ എഴുതിയിട്ട് പ്ലേ സ്റ്റോറിൽ പോയിട്ട് നേരെ അപ്ഡേഷൻ കൊടുക്കുക. ഓക്കെ, ഇതിപ്പോൾ പുതിയ പ്ലേ സ്റ്റോർ ഉണ്ടാക്കിക്കൊണ്ട് ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ലൊക്കേഷൻ ഓക്കെ, മാപ്പ് ഒക്കെ ഓക്കെ. ഓക്കെ, ഗൂഗിള് പ്ലേ സ്റ്റോറിൽ പോവുക, യൂട്യൂബ് അടിക്കുക, അപ്ഡേഷൻ കൊടുക്കുക. ഓക്കെ, അതാ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, ഓട്ടോമാറ്റിക് അപ്ഡേഷൻ ആയിക്കണം. ഇനി യൂട്യൂബ് കയറി നോക്കി കഴിഞ്ഞാൽ യൂട്യൂബ് വർക്കാവും. ഓക്കെ, അപ്പം നിങ്ങൾ ഒരിക്കലും മറക്കണ്ട, നമ്മൾ മിസ്ബാത്തക്ക് എന്നുള്ള യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നല്ല നല്ല വീഡിയോകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രചോദനം നിങ്ങൾ ഉണ്ടാക്കിത്തരാം. ഓക്കെ, ഇതുപോലുള്ള നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോ ആയിട്ട് ഞങ്ങൾ ഇനി വരും. ഓക്കെ,